കോട്ടയത്ത് മഴയ്ക്ക് ശമനമുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും കാര്യമായ രീതിയിലുള്ള മഴ കോട്ടയത്ത് ഒരിടത്തും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കിടങ്ങൂർ, തീക്കോയി, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ ലഭിച്ചത് ഒഴിച്ചാൽ മറ്റ് കാര്യങ്ങൾ, അതായത് മഴയ്ക്ക് ശമനം എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോട്ടയത്ത് ദുരിതമായി നിൽക്കുന്നത് അത് ഈ വെള്ളക്കെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലകളിൽ കുമരകം, തിരുവാർപ്പ്, അയ്മനം, ഇല്ലിക്കൽ പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി ഈ കഴിഞ്ഞ സാധാരണ മഴയത്ത് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് ഇവയൊക്കെ തന്നെ. ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടോ ഒന്നും തന്നെ ഈ പ്രദേശത്തൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ മാത്രമാണ് ഈ പ്രദേശത്തൊക്കെ നിലവിൽ ഇപ്പോൾ ആയിട്ടുള്ളത്. ഒരുപക്ഷെ നിലവിലെ കാലാവസ്ഥ തുടരുകയാണെങ്കിൽ നാളെയോ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഈ വെള്ളം ഇറങ്ങി പോകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജില്ലയെ സംബന്ധിച്ച് അതിശക്തമായ കാറ്റാണ്. ഇന്നലെ ഒരു വൈകിട്ട് 7 മണിയോട് കൂടി കുമരകത്തൊക്കെ ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലായിരുന്നു കാറ്റ് വീശിക്കൊണ്ടിരുന്നത്. ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ഒരു ബൈക്കും നിയന്ത്രണം തെറ്റി പാടത്തേക്ക് മറിയുന്നതൊക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല പല വീടുകളും ഒരു 10-12 കുമരകത്ത് മാത്രം തന്നെ 10-12 വീടിൻ്റെ മേൽക്കൂരൊക്കെ തെറിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളൊക്കെ, പരസ്യ ബോർഡുകളൊക്കെ നിലം പതിക്കുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ ഉള്ള മഴക്കെടുതികളുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും കോട്ടയം സംബന്ധിച്ച് നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. എങ്കിലും ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മീനച്ചിലാറിലെയും മണിമലയാറിലെയും ഒക്കെ ജലനിരപ്പ് കുറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അറിയാം എപ്പോൾ വേണമെങ്കിലും മലയോരത്ത് മഴ കനക്കാവുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കാര്യമായി തന്നെ പരിഗണിക്കണം. പ്രത്യേകിച്ച് രാത്രി യാത്രയ്ക്കും ഈ ഇരട്ടിപ്പെട്ട വാഗമൺ റോഡൊക്കെ മണ്ണിടിച്ചിലിന് എപ്പോഴും സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ രാത്രി യാത്രയ്ക്ക് നിരോധനം. തീർച്ചയായും ഷിനോജാണ് കോട്ടയത്ത് നിന്ന്